നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ചിത്രാഞ്ജലിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണല്ലോ. 185 കോടി എന്തോ ആണ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ 66 കോടിയോ എന്തോ കൊടുത്ത ഒന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലായത് കാരണം സമയത്തിന് എത്തിയില്ല. പക്ഷേ തീരുന്നതിന് മുമ്പ് എത്തി. അതിനുമുമ്പ് സജി ചെറിയാൻ പോവുകയും ചെയ്തു. ചെങ്ങന്നൂർ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നെ KSFDCയുടെ ചെയർമാനായ മധുച്ചേട്ടനടക്കം, അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പറായ MA നിഷാദ്, അവിടുത്തെ ഓഫീസ് സ്റ്റാഫായ ദേവദാസ് സാറിൻ്റെ മകൻ സതീഷ്, ഇവരൊക്കെ വിളിച്ചു വരണം. ഞാൻ പോയി. നട്ടുച്ചയ്ക്കാണ് 2:30. കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ചിത്രാഞ്ജലിയുടെ ഗേറ്റ് കയറുന്നിടത്ത് JC ഡാനിയലിൻ്റെ പ്രതിമ 50 ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ച പ്രതിമ അനാച്ഛാദനം ചെയ്തു. പിന്നെ കുറേ ആധുനിക ലൈറ്റുകൾ വാങ്ങിയതൊക്കെ പറഞ്ഞ് ഒന്നാം ഘട്ടം എന്തായാലും ഉദ്ഘാടനം ചെയ്തു. എനിക്ക് അതിശയം തോന്നിയത് ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായി ചെയ്തിരിക്കുന്നത്, ഞാൻ വിചാരിച്ചു അവിടെ ഒരു 4 കെട്ട് കെട്ടി കാണും, ഒരു 8 കെട്ട് 2 സൈഡിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി കാണും, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി കാണും, വിമാനത്താവളം ഉണ്ടാക്കി കാണും എന്നൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ അത് ഉടനെ വരും എന്ന് വിചാരിച്ചു. അവിടെ ഓഫീസ് നവീകരിച്ചു. പിന്നെ ഈ കക്കൂസിനെ കുറിച്ചാണല്ലോ കേന്ദ്രം കൂടുതൽ ഒരു കാലത്ത് സംസാരിച്ചിരുന്നത്. അതുപോലെ സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ മൂത്രപ്പുര ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ചിത്രാഞ്ജലി അദ്ദേഹം സംസാരിച്ചത്. പിന്നെ എന്തൊക്കെയോ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ 68 കോടി രൂപ ചിലവായെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് എനിക്കറിയില്ല. ചിത്രാഞ്ജലിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടാവുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ വരെ വലിയ അഴിമതി നടന്നു എന്ന് പറയുന്നു. അത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ചിത്രാഞ്ജലിയിലെ ഒരു സ്റ്റാഫ് തന്നെ ഉണ്ട് പറഞ്ഞു, ചേട്ടാ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത് നിസ്സാര തുകയ്ക്ക്, അത് ആർക്കോ കിട്ടേണ്ടവർക്ക് വലിയ തുക കിട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും സജി ചെറിയാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. അറിഞ്ഞാൽ തന്നെ അദ്ദേഹം അവരെയൊക്കെ വെള്ളപൂശുകയും ചെയ്യും. അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. കാട്ടിലെ തടി തേവര ആന വലിയടാ വലിയെന്ന് പറഞ്ഞ് കളയാനുള്ളതല്ല. അതുപോലെ തന്നെ ചിത്രാഞ്ജലിയുടെ സൗന്ദര്യമായിരുന്ന ആ ഏറ്റവും മേളിൽ ചെല്ലുമ്പോഴുള്ള സ്ഥലത്ത് മുഴുവൻ കോൺക്രീറ്റ് വനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഉള്ള കോൺക്രീറ്റുകൾ പൊളിച്ചു കളയണമെന്ന് പറയുന്ന പക്ഷക്കാരനാണ് ഞാൻ. ഇപ്പോൾ ലാബൊന്നും ഇവിടെ ആവശ്യമില്ലല്ലോ. ലാബിൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നു 10,000 സ്ക്വയർ ഫീറ്റ് സ്ഥലം അവിടെ കിടപ്പുണ്ട്, മുകളിലും താഴെയായിട്ട്. ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറി പിന്നെ ലാബ് എന്തിന്? അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തതിന് പകരം അതൊരു ഓഫീസാക്കി മാറ്റാമായിരുന്നു. പക്ഷേ അതിനെ അവിടെ തള്ളിയിട്ട് പുതിയത് കെട്ടിയാലല്ലേ നമുക്ക് വല്ലതൊക്കെ കിട്ടൂ. അതുപോലെ തന്നെ സർക്കാർ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിലും JC ഡാനിയലിൻ്റെ പിന്തുടർച്ച അവകാശിയായി അദ്ദേഹത്തിൻ്റെ ഒരു മകനെ കൊണ്ടിരുത്തും, മകനെയും ഭാര്യയും. അവരെ പൊന്നാട അണിയിക്കുക, അവർക്ക് ഒരു ഷീൽഡ് കൊടുക്കുക, ഇതൊക്കെയാണ് കലാപരിപാടി. അത് ആളുകളെ പറ്റിക്കാനാണെന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് ഞാൻ പറയും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, JC ഡാനിയലും ഭാര്യയും ഒരു കൂട്ടുകാരൻ്റെ ഔദാര്യത്തിൽ ഒരു വാടക കെട്ടിടമെന്ന് പറയാൻ പറ്റില്ല, ഒരു പശുത്തൊഴുത്ത് പോലത്തെ ഒരു കെട്ടിടത്തിൽ ഇരുട്ടിൽ കിടന്ന് ജീവിച്ചപ്പോൾ മരുന്ന് വാങ്ങാൻ 100 രൂപ കൊടുക്കാത്ത LICയിൽ ഉദ്യോഗസ്ഥനായിരുന്ന മകൻ, മരുന്ന് വാങ്ങാൻ മാസം 100 രൂപ അയച്ചു കൊടുക്കാത്ത മകൻ, അയാളൊരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിച്ചപ്പോൾ അതുപോലും അപ്പനെയും അമ്മയും അറിയിക്കാത്ത മകൻ, അപ്പൻ മരിച്ചിട്ട് അവസാനമായി ഒന്ന് കാണാൻ വരാത്ത മകൻ, അയാളെയാണ് ഈ സർക്കാർ കൊണ്ടു നടക്കുന്നത് JC ഡാനിയലിൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ട്. എന്നാൽ വഴുതക്കാട്ട് JC ഡാനിയലിൻ്റെ ഒരു മകൾ ജീവിച്ചിരുന്നു. അവരെയൊന്നും അംഗീകരിക്കുകയില്ല. ഈ അടുത്ത കാലത്താണ് അവർ മരിച്ചത്. കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. പക്ഷേ എങ്കിലും ഇതിനിടയിൽ കൂടി എനിക്ക് പറയാനുള്ളൊരു കാര്യം, വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഇച്ഛാശക്തിയുള്ള ഒരാൾ വന്നാൽ, ചിത്രാഞ്ജലിയിലേക്ക് നമ്മൾ തിരുവല്ലം കുന്നു കയറുമ്പോൾ നമ്മുടെ കാറിൻ്റെ ടയറുകളെല്ലാം ഇല്ലാതാവും. അത്രയ്ക്ക് കുണ്ടും കുഴിയുമായിട്ട് വർഷങ്ങളോളം കിടക്കുകയായിരുന്നു. അതിൻ്റെ പുറത്തുകൂടിയാണ് സ്റ്റേറ്റ് കാറിൽ ഷാജിയൻ കരുൺ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം കമാന്നൊരു പണി ചെയ്തില്ല. പക്ഷേ മധു വന്നോടെ ആദ്യം ചെയ്തത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് പോകുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിൽ ആ ഗേറ്റ് മുതൽ മനോഹരമായ ടൈൽസ് പാകി റോഡ് നല്ല ക്ലീനാക്കി. എന്നോടൊരാൾ പറഞ്ഞത്, മിക്കവാറും രാത്രിയും പകലുമൊക്കെ അദ്ദേഹം ഇവിടെ തന്നെ കിടപ്പെന്നാണ് പറഞ്ഞത്.
ഈ ഉദ്ഘാടനത്തിന് മുമ്പ് ആ റോഡ് ശരിയാക്കാനായിട്ട് അദ്ദേഹം രാപ്പകൽ നിന്ന് ആ റോഡ് ശരിയാക്കി. അതിലെ കൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി. അതുപോലെ ഓരോ കാര്യങ്ങളിലും കെ മധു എന്ന് പറയുന്ന KSFDCയുടെ ചെയർമാൻ്റെ ശ്രദ്ധ, അല്ലെങ്കിൽ ആ ഡയറക്ടർ ബോർഡിൽ ഇപ്പം MA നിഷാദ് അടക്കം ഷാജിയൻ കരുണിൻ്റെ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നതല്ലേ, ഒരു ചുക്കും അവിടെ നടന്നില്ലല്ലോ. പക്ഷേ കെ മധു വന്ന ശേഷം ഈ MA നിഷാദ് എന്നോട് പറയുകയാണ്, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരോടൊപ്പം ഇരുന്നാലല്ലേ ദിനേശേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ പറയാൻ പറ്റും. എന്തിനാണ് ഈ ഷാജിയൻ കരുണിനെ ചിത്രാഞ്ജലിയുടെ ചെയർമാനാക്കി വച്ചു എന്ന് എനിക്ക് മനസ്സിലാവണമില്ല. അദ്ദേഹം അവിടുത്തെ മാനേജറായിരുന്ന, ക്യാമറാമാനും അവിടുത്തെ സ്റ്റുഡിയോ മാനേജറും ഒക്കെ ആയിരുന്ന ആളാണ്. അവിടുത്തെ എല്ലാ പ്രശ്നവും അറിയാവുന്ന ആളായിരുന്നു. പക്ഷെ ഒരു ചുക്കും ചെയ്തില്ല എന്നുള്ളതാണ്. എന്തായാലും കെ മധുവിൻ്റെ വരവ് ചിത്രാഞ്ജലിക്ക് ഒരു ഊർജം വച്ചിട്ടുണ്ട്. വീണ്ടും ഇടതുപക്ഷം തന്നെ വരികയാണെങ്കിൽ കെ മധുവിനെ ഒരു 5 വർഷക്കാലം കൂടി ഏൽപ്പിച്ചാൽ രാമോജി ഫിലിസിറ്റിയുടെ ഒരു മിനിയേച്ചർ പതിപ്പായിട്ടെങ്കിലും ചിത്രാഞ്ജലിയെ മാറ്റിയെടുക്കാനാവും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിപാടിനെ കൊണ്ടിരുത്തും സൂചിപ്പിക്കാൻ. അവൻ ഇതുപോലെ കുറേ വെട്ടിച്ച് തട്ടിച്ച് കൊണ്ടങ്ങ് പോവും. അതായിരിക്കും സംഭവിക്കാൻ പോണേ. ഇപ്പോൾ ക്ഷേമഗതിയിലൊക്കെ നടക്കും പോലെ. ആരോട് പറയാൻ? നമസ്കാരം. പുതിയ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊറി മാറാനായി മരുന്നിട്ടപ്പോൾ വരട്ട് ചൊറിയായി എന്ന് പറഞ്ഞതുപോലെയായി മലയാള സിനിമയിലെ ചില സംഘടനകളുടെ കാര്യം. ഒരു ഏകാധിപതിയെ പോലെ ലിബർട്ടി ബഷീർ തിയേറ്ററുകളുടെ നേതാവായിരുന്ന് സിനിമകളെപ്പോലും തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോഴാണ് എന്നാൽ ഇയാൾക്കൊരു മുട്ടം പണി തരാം എന്ന് ഉറപ്പിച്ച് നടൻ ദിലീപും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും കൂടി ഫിയോക്ക് എന്ന സംഘടന ഉണ്ടാക്കിയത്. ചില ബുദ്ധിമോശ തീരുമാനങ്ങളാൽ ആന്റണി ഫിയോക്കിൻ്റെ ജനറൽ സെക്രട്ടറി പദം രാജിവെച്ചു. അന്ന് ആന്റണി എടുത്ത തീരുമാനത്തെ എതിർത്തവരിൽ ഒരാളായിരുന്നു ഞാൻ. ഫിയോക്കിൻ്റെ തലവനായി ഒരു തിയേറ്റർ മുതലാളി ബിജുകുമാർ എത്തി. വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന് പറഞ്ഞ പോലെയായി പിന്നത്തെ കാര്യങ്ങൾ. സിനിമയ്ക്ക് ഗുണകരമായ, സിനിമാക്കാർക്ക് ഗുണകരമായ ഒരു കാര്യവും ബിജുകുമാർ അനുവദിക്കില്ല. ഭസ്മാസുരന് വരം കിട്ടിയ പോലെ സിനിമാക്കാരെ, പ്രത്യേകിച്ച് സിനിമകൾക്ക് പണം മുടക്കുന്ന നിർമ്മാതാക്കളെ കക്ഷിക്ക് പരമ പുച്ഛമാണ്. ഒരു തിയേറ്റർ കെട്ടിയിട്ട് കോടികൾ മുടക്കുന്നവന് എന്തൊക്കെ പണി കൊടുക്കാം, നമുക്കെന്തൊക്കെ കൊള്ളയടിക്കാമെന്ന ഒരൊറ്റ ചിന്തയുള്ളൂ കക്ഷിക്ക്. അതിനായി ആധികാരികമായി അടിക്കുന്ന ഡയലോഗുകൾ അയത്തുള്ള കൊമേനിയോട് നമ്മുടെ ട്രംപ് പോലും പറയാത്ത പരുഷമായ ഭാഷയിൽ സംസാരിക്കും. കോടികൾ മുടക്കുന്ന നിർമ്മാതാവിന് 10 പൈസ ഗുണമില്ലാത്ത ഒരു കൊള്ളയടിയെ പറ്റി പറയാം. നമ്മളിപ്പോൾ ബുക്ക് മൈ ഷോ മുതലായ ഒരു കമ്പ്യൂട്ടറും വെച്ച് ബോംബെയിലിരിക്കുന്ന ഗോസായിമാരുടെ സൈറ്റിൽ കയറി, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. പണ്ടായിരുന്നെങ്കിൽ തിയേറ്ററിൽ ചെന്ന് 2 രൂപ റിസർവേഷൻ ചാർജ് കൊടുത്ത് ബുക്ക് ചെയ്യാമായിരുന്നു. അത് മാറി. പടങ്ങളുടെ സ്വഭാവം അനുസരിച്ച് 35 രൂപ മുതൽ 60 രൂപ വരെ നമ്മൾ ശ്രദ്ധിക്കാതെ കൊള്ളയടിക്കുന്ന സൈറ്റുകളാണ് ഇന്ന് റിസർവേഷൻ കൈകാര്യം ചെയ്യുന്നത്. ഈ റിസർവേഷൻ കമ്പനി ഓടും എന്ന് തോന്നുന്ന സിനിമകൾക്ക് 50 ലക്ഷം മുതൽ 1 കോടി വരെ തിയേറ്ററുകാർക്ക് അഡ്വാൻസ് വരെ കൊടുത്തിട്ടാണ് ഈ റിസർവേഷൻ കൊള്ളയടി. പടം ഓടി കോടികൾ വാരുന്നവയായാൽ റിസർവേഷൻ്റെ പേരിൽ തിയേറ്ററുകാരനും ഈ ബുക്കിംഗ് ഏജൻറ്റും കൂടി 10 പൈസ മുടക്കാതെ ലക്ഷങ്ങൾ വാരിക്കൊണ്ട് പോവുകയാണ്. ഓരോ തിയേറ്ററിൽ നിന്നും സർക്കാരോ നിർമ്മാതാക്കളോ ഇതേപ്പറ്റി ചിന്തിക്കുന്നതേയില്ല. ഇവരുടെ ഈ കൊള്ളയടി, ഈ റിസർവേഷൻ സൈറ്റ് സർക്കാരുണ്ടാക്കിയാൽ കോടികൾ സർക്കാരിന് കൊയ്യാം ന്യായമായി തിയേറ്ററുകളിൽ നിന്ന്. ഫിയോക്ക് മുതലാളി ബിജുകുമാർ പറയുമോ, കണ്ടവൻ
കെട്ടുതാലി വിറ്റെടുക്കുന്ന സിനിമയിൽ നിന്നും 10 പൈസ മുടക്കാതെ റിസർവേഷൻ ഷെയറായി ഞങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുമെന്ന് പുറത്തു പറയില്ല, രഹസ്യമാണല്ലോ. ഒരു ബാർബർ ഷോപ്പ് ഇട്ടാൽ ചൊവ്വാഴ്ച തോറും കത്തിയും കുന്തും ഒക്കെ മൂർച്ച കൂട്ടാൻ ചാണയുള്ള സ്ഥലത്ത് പോയി ക്യൂ നിന്ന് മൂർച്ച കൂട്ടി കാശ് കൊടുത്തിട്ട് വരണം. ഒരു തിയേറ്റർ കെട്ടിയിട്ടാൽ എത്ര തലമുറയാണ് മേലനങ്ങാതെ ലക്ഷങ്ങൾ മാസാമാസം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ പറയേണ്ടി വന്നത് ആൻഡോ ജോസഫ് ഒരു പടം എടുക്കും, എല്ലാവരും അറിഞ്ഞതാണല്ലോ. 70 കോടിയിലധികം രൂപ അഭിനേതാക്കൾക്ക് മാത്രം ശമ്പളമായി കൊടുക്കുന്ന സിനിമ. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്ന് തുടങ്ങി ഏതാണ്ട് 70 കോടിയിലധികം രൂപ അഭിനേതാക്കൾക്ക് മാത്രം നൽകുന്ന സിനിമയാണ് പാട്രിയോട്ട്. 140 കോടിയോളം ചെലവിടുന്ന സിനിമയാണ് ഈ ചിത്രം. കണ്ടാൽ തട്ടിക്കളയുന്ന യമനിലൊഴിച്ച് വിദേശത്തൊക്കെ ചിത്രീകരിച്ച സിനിമയും കൂടിയാണ് പാട്രിയോട്ട്. വിഷുവിന് ഏപ്രിലിൽ സിനിമ തിയേറ്ററിലെത്തും. ആൻഡോ തിയേറ്റർ ഉടമകൾക്ക് ഒരു കത്ത് കൊടുത്തു. പ്രദർശന ഷെയറിൽ ഒരു 5% വർധനവ് നിർമ്മാതാവായ എനിക്ക് തരണം നിങ്ങൾ. ഇപ്പോഴത്തെ റേഷ്യോ, ഒരു പടം തിയേറ്ററിൽ വന്നാൽ സർക്കാരിൻ്റെ ടാക്സ് 1/3 പോയാൽ ബാക്കി തുകയുടെ 60% നിർമ്മാതാവിനും 40% തിയേറ്റർ ഉടമകൾക്കുമാണ് ആദ്യത്തെ ആഴ്ച. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസർവേഷനിൽ നിന്ന് ലക്ഷങ്ങൾ കൂടി തിയേറ്ററുകാർക്ക് തട്ടാം. 3 കോടി രൂപ മുടക്കിയെടുക്കുന്ന സിനിമയ്ക്കും 140 കോടി മുടക്കുന്ന സിനിമകൾക്കും ഒരേ റേഷ്യോ മതിയോ എന്ന് വിജയകുമാർ ആലോചിക്കുന്നേ ഇല്ല. 5% കൂട്ടണം എന്നാണ് ആൻഡോ പറയുന്നത്. അതായത് ഒരു സിനിമ, പുതിയ സിനിമ റിലീസ് ചെയ്താൽ ആദ്യത്തെ ഒരാഴ്ച മറ്റേ ടാക്സ് പോയ ശേഷമുള്ള ബാക്കി കാശിൽ 60% നിർമ്മാതാവിനും, രണ്ടാമത്തെ ആഴ്ച 55% നിർമ്മാതാവിനും, മൂന്നാമത്തെ ആഴ്ച 50% നിർമ്മാതാവിനും, അങ്ങനെയൊക്കെയാണ് ഷെയർ കൊടുക്കുന്നത്. ആൻഡോ പറഞ്ഞു ആദ്യത്തെ ഒരാഴ്ച തരുന്ന 60% ഷെയർ രണ്ടാമത്തെ ആഴ്ച കൂടി തരണം. ഇത്രേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ ആഴ്ച കൂടി നിങ്ങളത് തരണം. മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ 55 എന്നുള്ള റേഷ്യോയിൽ തന്നാൽ മതി. അപ്പോൾ നാലാമത്തെ ആഴ്ച ആകുമ്പോൾ 50%, അങ്ങനെ ആക്കിയാൽ മതി. ഇതാണ് ആൻഡോയുടെ അഭ്യർത്ഥന. 1 രൂപ മുടക്കാതെ 140 കോടി രൂപ മുടക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമ വരുമ്പോൾ ഒരാഴ്ചത്തേക്ക് 5% കൂടെ തരണമെന്നേ പറഞ്ഞുള്ളൂ. അതായത് രണ്ടാമത്തെ ആഴ്ചത്തെ 55% 60 ആക്കി തരണം എന്ന് മാത്രമേ ആൻഡോ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ അലിഖിത നിയമം മാറ്റില്ല, ഇപ്പോഴുള്ള ഷെയർ വിഹിതം മാറ്റാനാവില്ല എന്നൊക്കെ വിജയകുമാർ വച്ചു കാച്ചുന്നു ക്യാമറകളുടെ മുന്നിൽ. ആൻഡോ അപ്പുറത്ത് കുറച്ച് തിയേറ്ററുകളെ ഉള്ളൂ എങ്കിലും ലിബർട്ടി ബഷീർ ഇരിപ്പുണ്ട് എന്ന് ഓർക്കണം. ആദ്യത്തെ 2 ആഴ്ച 30% കളിക്കാം എന്ന് ചിലപ്പോൾ ആൻഡോ ചെന്ന് കണ്ടാൽ ഈ ലിബർട്ടി ബഷീർ പറയാൻ സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിലും ഫിയോക്കിനെ പൊളിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കക്ഷി ഉപേക്ഷിക്കില്ല. ദിലീപാണല്ലോ പേരിനെങ്കിലും ഇപ്പോഴും ഫിയോക്കിൻ്റെ പ്രസിഡൻറ്റ്. കക്ഷിയോട് പറ, വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയല്ലോ എന്ന്. ഒരു റിസ്ക് എടുത്താലോ എന്നാണ് എനിക്ക് ആൻഡോയോട് ചോദിക്കാനുള്ളത്. 60% ഷെയർ 2 ആഴ്ച തരുന്നവർക്ക് മാത്രമായി പാട്രിയോട്ടിൻ്റെ റിലീസ് വച്ചാലോ? പിന്നാലെ ഓണത്തിന് വരുന്ന ചിത്രങ്ങളടക്കം ഒരു 10 സിനിമകൾ കൂടി ആ നിർദ്ദേശം വച്ചാൽ ഫിയോക്കിനെ പൂട്ടാം, വിജയകുമാറിനെയും പൂട്ടാം. സിനിമയിലെ എല്ലാ സംഘടനകളും ഹാർമണിയായി പോകാനുണ്ടാക്കിയ ഫിയോക്ക് ലിബർട്ടി ബഷീറിനേക്കാൾ തലവേദന ഉണ്ടാക്കുന്നുവെങ്കിൽ പുനർചിന്തനം നടത്തണം ഫിയോക്ക് ഉണ്ടാക്കിയവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയകുമാറല്ല ഉണ്ടാക്കിയത്. ലിബർട്ടിയേക്കാൾ തലവേദനയാണ് വിജയകുമാറെങ്കിൽ ഒരു പുനർചിന്തനം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 പൈസ പോസ്റ്ററിന് പോലും ചിലവാക്കാതെ വരുന്നതെല്ലാം നമുക്കിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ആർത്തി പണ്ടാരങ്ങളാകരുത് തിയേറ്റർ വർഗം. വേസ്റ്റായി കിടക്കുന്ന സ്ഥലം, തിയേറ്ററിൽ കുറച്ച് സ്ഥലം വേസ്റ്റായിട്ടുണ്ടാവുമല്ലോ, അത് ക്യാൻറ്റീന് കൊടുത്തിട്ട് തറ വാടക എത്ര ലക്ഷമാണ് ഓരോ തിയേറ്റർ മുതലാളിയും വാങ്ങിക്കൂട്ടുന്നത് വർഷം തോറും നിങ്ങൾ അന്വേഷിച്ച് നോക്ക്.
അതിനനുസരിച്ച് ക്യാൻറ്റീൻ എടുക്കുന്നവൻ 10 രൂപയ്ക്ക് കൊടുക്കുന്ന ചോളം പൊരി 100 രൂപയ്ക്ക് വിൽക്കും. അവനെ കുറ്റം പറയാൻ നോക്കില്ല. കാരണം അവൻ കൊടുത്തിരിക്കുന്നത് 25-30 ലക്ഷം രൂപയാണ് ഒരു വർഷത്തേക്ക് തറവാടക. അതും ഈ പറയുന്ന ക്യാൻറ്റീൻ നടത്തുന്നതും ഒരു കൊള്ള സംഘമാണ്. കേരളം മുഴുവൻ 140 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കാൻ പോയ സമയത്ത് ആൻഡോ ജോസഫ് ഒരു 5 എ സെൻറ്ററുകൾ തുടങ്ങിയിരുന്നെങ്കിൽ, 5 തിയേറ്ററുകൾ 5 പട്ടണങ്ങളിലായി തുടങ്ങിയിരുന്നെങ്കിൽ ആൻഡോയുടെ കുടുംബത്തിന് പിറക്കും പിള്ളയ്ക്ക് എത്ര കാലം സുഭിക്ഷമായി ജീവിക്കാമായിരുന്നു. അങ്ങനെ ചിന്തിക്കണമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത്ര നീചമായാണെന്ന് ഈ ഫിയോക്കിൻ്റെ തലവൻ വച്ചലക്കുന്ന ഡയലോഗ്. അടുത്ത കഥ, അഭിനയിച്ച് സിനിമകൾ നിർമ്മിക്കാനുള്ള കാശ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടാക്കിയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാനൊക്കും. അങ്ങനെ വലിയ കോടീശ്വരനൊന്നും ആയിട്ടില്ല. അച്ഛൻ സമ്പാദിച്ച് കൂട്ടിയതൊക്കെ 2 മക്കൾക്കുള്ളതാണ്. പക്ഷേ ബുദ്ധിരാക്ഷസനായ ശ്രീനിവാസൻ തൻ്റെ സമ്പാദ്യം എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായി മുൻകൂട്ടി കണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ അവരുടെ കുടുംബകാര്യമാണെങ്കിൽ ഞാൻ പറയാൻ അദ്ദേഹം കണ്ടിരിക്കും. അത് സിനിമാ നിർമ്മാണ കമ്പനി മുകേഷുമായി ചേർന്നും സിനിമാ വിതരണ കമ്പനി നടൻ സിദ്ദിഖുമായി ചേർന്നും തുടങ്ങിയ ആളാണ് ശ്രീനിവാസൻ. വലിയ വിജയമായ സിനിമയിൽ പോലും ആദായ നികുതിക്കാർ ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്നും പിഴയടക്കം കൈപ്പറ്റിയതും എനിക്കറിയാം. കാരണം ശ്രീനിവാസൻ ഒരു നല്ല കച്ചവടക്കാരൻ ആയിരുന്നില്ല. സൗഹൃദങ്ങളെ വല്ലാണ്ട് വിശ്വസിച്ചിരുന്ന ആളുമാണ് ശ്രീനിവാസൻ. പണ്ട് തിരുവനന്തപുരത്ത് നായന്മാരൊരു സിനിമാ നിർമ്മാണ കമ്പനി ഉണ്ടാക്കുന്ന ശ്രീനിവാസൻ തമാശയോടെ പറയുമല്ലോ, തൃപ്തി ഫിലിംസ്. അതുണ്ടാക്കിയപ്പോൾ മോഹൻലാൽ അടക്കമുള്ളവരോടൊപ്പം ശ്രീനിവാസനും ചേർന്നാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന ചിത്രം എടുത്തത്. അതും കൈനഷ്ടമല്ലാതെ ശ്രീനിവാസനും അനുഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ കച്ചവടം കൈവിട്ട കളിയാണെന്ന് നന്നായി അറിയാമായിരുന്നു ശ്രീനിവാസന്. ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, മോഹൻലാൽ സിനിമകളുടെ ഒരു കാലമുണ്ടായിരുന്നല്ലോ, ചാകര പോലെ, കൊയ്ത്ത് പോലെ ബെമ്പർ ഹിറ്റുകളായ ലോ ബഡ്ജറ്റ് സിനിമകളായിരുന്നു. അതെല്ലാം ഹൈ ബഡ്ജറ്റ് അല്ലല്ലോ ഒരിക്കലും. സത്യേട്ടൻ്റെ പടങ്ങളെല്ലാം ലോ ബഡ്ജറ്റല്ലേ. കാശെല്ലാം നമുക്ക് പോരട്ടെ എന്ന ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മോഹൻലാലിനും സത്യനന്ദിക്കാടിനും ശ്രീനിവാസനും കൂടി ഒരു നിർമ്മാണ കമ്പനി ഫോം ചെയ്യാമായിരുന്നു. സത്യൻ അന്തിക്കാരനോളം പോലും കച്ചവടക്കാരനല്ലായിരുന്നു ശ്രീനിവാസൻ. താൻ കഥയും തിരക്കഥയും എഴുതിയ സിനിമകളുടെ റീമേക്ക് റൈറ്റുകൾ വിറ്റ് സുഹൃത്തായ നിർമ്മാതാവ് എടുത്തപ്പോൾ പോലും ചിരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു മഹാനായ ശ്രീനിവാസൻ. ജീവിത അവസാന കാലത്ത് സത്യസന്ധനായ ഒരു അക്കൗണ്ടന്റിനെ കിട്ടിയതിനാലാണ് വലിയ പരിക്കുകൾ നേടാതെ അദ്ദേഹം ഇൻകം ടാക്സുകാരിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്തായാലും അച്ഛൻ്റെ പേരിൽ സിനിമാ നിർമ്മാണ കമ്പനിയുമായി മുന്നോട്ട് പോകാൻ ധ്യാൻ ശ്രീനിവാസൻ തീരുമാനിച്ചിരിക്കുന്നു. അച്ഛൻ്റെ സുഹൃത്തായ വിശ്വസ്തനായ സത്യൻ അന്തിക്കാടാണ് സംവിധാനം. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ, നന്നായി സൂക്ഷിച്ചാൽ, ജനപ്രിയ നായകനായി വരാൻ കഴിയുന്ന ദിലീപ് നായകനാകുന്ന ചിത്രമാണ് ആദ്യമായി നിർമ്മിക്കുന്ന സിനിമയുടെ പ്രധാനികൾ. അപ്പോൾ ശ്രീനിവാസനും ദിലീപും സത്യനന്ദിക്കാടുമാണ് ധ്യാനിൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. നല്ല തീരുമാനം എന്ന് ഞാൻ പറയും. ജ്യേഷ്ഠൻ വിനീത് മുന്നിൽ നിൽക്കാതെ സ്വന്തം സിനിമകൾ ചെയ്തുണ്ടാക്കുന്നുണ്ട് എന്ന് പറയാം. അയാൾ നിർമ്മാതാവിൻ്റെ കുപ്പായത്ത് നിൽക്കാതെ തന്നെ നിർമ്മാതാവാണ്. ഈ വൈശാഖുമായിട്ടൊക്കെ ചേർന്ന് സത്യേട്ടൻ്റെ മകനും നിർമ്മാതാവും സംവിധായകനുമായി സർവമായയിലൂടെ 10-30 കോടി സമ്പാദിച്ചതായി പറയുന്നു. ഇതൊക്കെ ആകണം അച്ഛൻ്റെ പേരിൽ സിനിമ പിടിക്കാൻ ഇറങ്ങാൻ പ്രേരക ശക്തിയായത് ധ്യാൻ ശ്രീനിവാസന്. എന്തായാലും തുടക്കം നന്നായി, നല്ല ടീം. വിനോദയാത്രയിലാണ് ദിലീപ് സത്യനന്ദിക്കാടിനോട് സഹകരിച്ച ചിത്രം. മോശമല്ലാത്ത വിജയവും നേടി. ധ്യാൻ നിർമ്മിക്കുന്ന ചിത്രവും വലിയ വിജയമാകട്ടെ. ദിലീപിനും
ആ സിനിമ കൊണ്ട് വലിയ ഗുണമുണ്ടാകാൻ സാധ്യതയുണ്ട്. വിജയാശംസകൾ നേരാം. അടുത്ത കഥ. ഈ പഴകും തോറും രുചിയേറുന്ന ചിലതുണ്ട്. പഴകും തോറും ചളിച്ച് വളിച്ച് നാറ്റം വയ്ക്കുന്നവയുണ്ട്. മലയാളത്തിൻ്റെ അഭിമാനമായ അടൂർ ഗോപാലകൃഷ്ണൻ ഇതിലാദ്യത്തെ തരത്തിലുള്ളതാണെന്ന് പറയാൻ എന്താ പറയുക, എനിക്ക് അഭിമാനമുണ്ട്. പ്രായം കൊണ്ട് അദ്ദേഹത്തിന് 85 വയസ്സായി. അദ്ദേഹം 1941 ജൂൺ 3-നാണ് ജനിച്ചത്. ജൂലൈ 3-നാണ് ജനിച്ചത്. കാമുകിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ. അദ്ദേഹം പോലും കാമുകിയെ തള്ളിക്കളഞ്ഞതിനാൽ നമുക്കും വിടാം. സ്വയംവരം എടുത്തിട്ട് 54 വർഷമായി. 1972 സ്വയംവരം വരുന്നത്. അദ്ദേഹം സിനിമയിലെത്തിയിട്ട് 54 വർഷമായി. ജനിച്ചിട്ട് 85 വർഷമായ ആ മനുഷ്യൻ തൻ്റെ 14ാമത്തെ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നു, പദയാത്ര. 85-ാം വയസ്സുകാരൻ മോണിറ്ററിൻ്റെ മുന്നിൽ നിന്നും എണീറ്റ് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അഭിനേതാവിനോട് സജഷനുകൾ പറയുന്നതിനെ പറ്റി ആ സിനിമയിൽ അഭിനയിച്ച 1-ലധികം പേർ എന്നോട് സംസാരിച്ചു. ഇപ്പോഴത്തെ വലിയും കുടിയും ചുണ്ടിനിടയിൽ കയറ്റുന്നവന്മാരെക്കാളും ചുറുചുറുക്കോടെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെന്നാണ് പറഞ്ഞത് സെറ്റിൽ. കുറേ നാളായി നമ്മുടെ മമ്മൂക്ക കാണുമ്പോഴൊക്കെ ചോദിക്കും അത്രേ, അടൂർ സാറേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഒരെണ്ണം തുടങ്ങേണ്ടതെന്ന്. അപ്പോൾ അടൂർ സമൃദ്ധമായ ഒരു ചിരി ചിരിക്കും. അർത്ഥഗർഭമായ ചിരിയായിരിക്കാം. അടൂരിൻ്റെ മനസാക്ഷികളായ ചുരുക്കം പേര് തലസ്ഥാനത്തുണ്ട്. അവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ മനോസഞ്ചാരം ഒരിക്കലും അറിയാൻ കഴിയില്ല. ഇവരിൽ ഒരാളാണ് പ്രശസ്ത ശബ്ദം നൽകലുകാരനും നടനുമായ പ്രൊഫസർ അലിയാർ. മമ്മൂട്ടിയുടെയും പ്രിയപ്പെട്ടവനാണ് അലിയാർ സാർ. മമ്മൂട്ടി ജ്വാലയായി എന്ന് പറഞ്ഞാൽ വലിയ മെഗാ പരമ്പര ദൂരദർശന് വേണ്ടി ചിത്രീകരിച്ചപ്പോൾ അതിൻ്റെ മുഴുവൻ നിർമ്മാണ ചുമതല അലിയാർ സാറിനായിരുന്നു. ഒരു നാൾ അലിയാർ സാറിനെ അടൂർ വിളിക്കുന്നു, ഒന്ന് കാണണം. കേൾക്കേണ്ട താമസം അലിയാരെത്തി. ഒരു തിരക്കഥ റെഡിയായിട്ടുണ്ട്, അതിലൊരു വേഷം താങ്കൾക്കുണ്ട്. അപ്പോൾ അടൂർ സിനിമകളിൽ സ്ഥിരമായി അലിയാരുണ്ടാകും. പക്ഷേ ചെറു വേഷങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഒരു വേഷം താങ്കൾക്കുണ്ട് എന്നതിൽ നല്ല ഒരു വേഷമായിരിക്കുമെന്ന് അലിയാർ ഉറപ്പിച്ചു. ഇതിലെ പ്രധാന വേഷം മമ്മൂട്ടി അഭിനയിച്ചാൽ നന്നാവും. അദ്ദേഹം ഇപ്പോൾ അസുഖവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു എന്ന് എനിക്കറിയാം. അലിയാർ ഒന്ന് സംസാരിക്കണം. അലിയാർ മമ്മൂട്ടിയുടെ ജോർജിനെ വിളിച്ചു, കാര്യം പറഞ്ഞു. മമ്മൂട്ടി ഉടൻ തന്നെ അലിയാരെ വിളിച്ചു. അസുഖം കഴിഞ്ഞിറങ്ങിയ സമയമാണ്. കാര്യം പറഞ്ഞു. ഞാനും അടൂർ സാറുമായിട്ട് കൊച്ചിയിലേക്ക് വരാം വീട്ടിൽ. അങ്ങനെയായി അലിയാരുടെ സജഷൻ. അത് വേണ്ട, എന്നെ കാണാൻ അടൂർ സാർ വരണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫോൺ വെച്ച്. ഈ കഴിഞ്ഞ നവംബർ 1 കേരള പിറവി ദിനത്തിന് സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രോഗ്രാമിന് ഞാൻ തലസ്ഥാനത്ത് വരും. ഹോട്ടൽ ഹയാത്തിൽ നമ്മൾ കാണുന്നു, ഒന്നിച്ച് ഊണ് കഴിക്കുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഹയാത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറും മമ്മൂക്കയും അലിയാർ സാറും കണ്ടുമുട്ടി. നമ്മൾ ചെയ്യുന്നു, ഉറപ്പിച്ചു. നിർമ്മാതാവിനെയൊക്കെ അടൂർ കണ്ടുവച്ചിരുന്നു. അപ്പോഴാ മമ്മൂട്ടിയുടെ പ്രഖ്യാപനം വരുന്നു, പദയാത്ര മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നു. ഇതുവരെ ചെയ്ത സിനിമകൾക്ക് തിരക്കഥാ സംഭാഷണം എല്ലാം എഴുതിയ അടൂർ പദയാത്രയുടെ തിരക്കഥാ സംഭാഷണത്തിന് KV മോഹൻകുമാർ IAS കൂടെ കൂട്ടി. ക്ലിൻ്റൊക്കെ എഴുതിയ KV മോഹൻദാസിന്, അല്ലെങ്കിൽ ഉഷ്ണരാശി എന്ന വലിയ നോവൽ എഴുതിയ പുന്നപ്ര വയലാർ സമരത്തിൽ VS അച്യുതാനന്ദൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നോവൽ എഴുതിയ KV മോഹൻകുമാറിനെ കൂടി അദ്ദേഹം കൂട്ടി. നയൻതാരയെ നായികയായി നിശ്ചയിച്ചു.
ഡേറ്റിൻ്റെ ആണോ റേറ്റിൻ്റെ ആണോ പ്രശ്നത്താൽ അവർ മാറി. പകരം ഗ്രേസ് ആൻ്റണി വന്നു. ബമ്പർ ലോട്ടറി അടിച്ച ഭാഗ്യവതിയായി ഗ്രേസ് ആൻ്റണി എന്ന് ഞാൻ പറയും. അടൂരിൻ്റെ പ്ലസും മൈനസും ഒരു സംഘം സ്ഥിരം ടെക്നീഷ്യന്മാരെ ഉപയോഗിക്കും എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്ലസും അതാണ്, മൈനസും അതാണ്. പദയാത്രയിൽ ഒരു സംഘം ചെറുപ്പക്കാരെ പരീക്ഷിക്കുകയാണ് അടൂർ. അദ്ദേഹത്തിൻ്റെ സ്ഥിരം അസോസിയേറ്റ് ഡയറക്ടറായ മീര സാഹിബ് ഈ ചിത്രത്തിലുമുണ്ട്. ക്യാമറ ഷംനാദ് ജലാൽ, ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ, കലാസംവിധാനം ഷാജി നടുവിൽ, സംഗീതം മുജീബ് മജീദ്, നിർമ്മാണ മേൽനോട്ടം സുനിൽ സിംഗ്, ചമയം റോണക്സ്, വസ്ത്രാലങ്കാരം BS സതീഷ്, ശബ്ദ മിശ്രണം കിഷൻ മോഹൻ. പിന്നെയും കുറേ യുവാക്കളുണ്ട് ഇതിലെ ടെക്നീഷ്യന്മാരായിട്ട്. ഇവർക്കൊക്കെ അടൂരിനൊപ്പം എത്താനായോ എന്നതിലേ എനിക്ക് സംശയം വേണ്ടൂ. എത്തുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം വച്ചത്. അടൂരിൻ്റെ സിനിമയിൽ കാണാറുള്ള സ്ഥിരം കുറേ മുഖങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഏതാണ്ട് കാലയവനികയിൽ അകപ്പെട്ടു പോയി. ഇപ്പോൾ വെമ്പായം തമ്പി, കൃഷ്ണൻകുട്ടി നായർ, PC സോമൻ ഇവരൊക്കെ ഇവിടെ വിട്ടു പോയല്ലോ. പകരം അലിയാരും പരമി കുര്യാത്തി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പരമേശ്വരൻ കുര്യാത്തി എന്ന നാടകക്കാരനുമൊക്കെയാണ് പദയാത്രയിൽ പുതുതായി വന്നിരിക്കുന്നത്. നാടകരംഗത്തെ പ്രശസ്തനാണ് പരമേശ്വരൻ കുര്യാത്തി എന്ന പരമി കുര്യാത്തി. പദയാത്രയിൽ ഒരു ചായക്കടക്കാരൻ മുസൽമാൻ്റെ വേഷം വന്നപ്പോൾ പരമിയുടെ പേര് വന്നു. പരമിയുടെ ഒരു നാടകം അലിയാരെയും കൂട്ടി അടൂർ കണ്ടു. അപ്പോൾ തന്നെ അടൂർ പറഞ്ഞു ഫിക്സ്. ഒരു ചായ കോപ്പയും 2 ഗ്ലാസ് വാങ്ങി ചായ അടിയോടടി അടിച്ച് പഠിച്ചിട്ടാണ് പരമി കുര്യാത്തി പദയാത്രയിൽ അഭിനയിക്കാൻ ചെന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും വയസ്സുകാലത്ത് ചായ അടിച്ചെങ്കിലും ജീവിക്കാം, അത്രയും കൈത്തഴക്കം ഉണ്ടാക്കി. ആദം അയ്യൂബ് എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സന്തതിയുണ്ട്. ഏതെങ്കിലും ഒരു സീൻ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് മമ്മൂട്ടി ശുപാർശ ചെയ്തു. അടൂരേറ്റു. ആദം അയ്യൂബും പദയാത്രാ സംഘത്തിൽ ഒരാളായി. ഡബ്ബിംഗ് രംഗത്ത് തിരക്കുള്ള അലിയാർ സഫാരി ചാനലിൽ സ്ഥിരം ശബ്ദദാതാവാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം വരുമല്ലോ. ശബ്ദമൊക്കെ കൊടുത്തോളൂ, പക്ഷേ 45 ദിവസം എന്നോടൊപ്പം ലൊക്കേഷനിലുണ്ടാകണം എന്നായിരുന്നു അടൂർ പറഞ്ഞത്. താമസിക്കുന്ന ഇടത്ത് തന്നെ ഡബ്ബിംഗ് സെറ്റപ്പ് ഉണ്ടാക്കി അലിയാർ ഡബ്ബിങ്ങും ചെയ്തു, അഭിനയിക്കുകയും ചെയ്തു, സെറ്റിലെ ആളുമായി. അടൂർ സിനിമകളിലെ സമ്പന്നമായ സെറ്റ് പദയാത്രയുടേത് ആയിരിക്കും. മമ്മൂട്ടി കമ്പനി പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തു. അടൂർ താമസിക്കുന്ന ഹോട്ടലിൽ എഡിറ്റിങ്ങിനായുള്ളത് വേണേൽ സെറ്റ് ചെയ്യാൻ തയ്യാർ എന്നും അറിയിച്ചു. അത് വേണ്ട, അതിനടുത്തൊരു സ്ഥലത്ത് മതി എന്ന് പറയുകയും അടുത്തൊരു വീടെടുത്ത് എഡിറ്റിംഗ് സംവിധാനവും ചെയ്തു കൊടുത്തു മമ്മൂട്ടി കമ്പനി. 85-കാരനായ സംവിധായകനും 75-കാരനായ നായകനും യുവതലമുറയും കൂടി പദയാത്ര ഒരു വിസ്മയമാക്കി മാറ്റട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അടുത്ത കഥ ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പ്രേം നസീർ, ജയൻ, വിജയശ്രീ, സിൽക്ക് സ്മിത, ഉർവശി ശോഭ തുടങ്ങിയ അകാലത്തിൽ മരിച്ചുപോയവരെ പറ്റിയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറ്. നസീർ സാർ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 100 വയസ്സ് തികഞ്ഞേനെ. 1989 ജനുവരി 16 അദ്ദേഹം മരിക്കുമ്പോൾ 63 വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അടുത്ത മാസം ഏപ്രിൽ 7 പ്രേം നസീറിന് 100 വയസ്സാകും. 37 വർഷം പിന്നിട്ടു ആ മനുഷ്യസ്നേഹി പോയിട്ട്. നിത്യഹരിത നായകനായ നസീർ സാറിനെ 100ാം വയസ്സിൽ കാണാതിരുന്നത് നന്നായി എന്ന് ഞാൻ പറയും. അദ്ദേഹം ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിത്യഹരിത നായകനായി നിലനിൽക്കുന്നു. 100 വയസ്സായാലും എന്തൊരു ബോറായിരിക്കുമല്ലേ നസീർ സാർ. 41ാം വയസ്സിലാണ് യൗവനത്തിൽ നമ്മുടെ ജയേട്ടൻ പോയത്. ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ജയേട്ടന് 87 വയസ്സായനെ. ഇന്ന് ജയേട്ടന് കിട്ടുന്ന അദ്ദേഹം മരിക്കുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്തവരുടെ ആരാധന 87ാം വയസ്സിൽ ജീവിച്ചിരുന്നുവെങ്കിൽ കിട്ടില്ല എന്ന് മാത്രമല്ല,
ഇങ്ങനെ ഒരാൾ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പോലും ചർച്ച ചെയ്യപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. വിജയശ്രീ 21 വയസ്സിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ ഇപ്പോഴും അതിനൊരു വ്യക്തതയില്ല, അങ്ങ് പോയി. 52 വർഷമായി വിജയശ്രീ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്. എന്നിട്ടും മലയാള നായികമാരിൽ ഇന്നും ആരാധകരുള്ളത്, നായികയായി പ്രേക്ഷക മനസ്സിൽ വിജയശ്രീ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ 73 വയസ്സുള്ള വിജയശ്രീ എന്ന മാദക തിടമ്പിനെ കാണാൻ പരമ ബോറായിരുന്നെ. ഒരു സാരിത്തുമ്പിൽ 36 വയസ്സിൽ ജീവിതം ഉപേക്ഷിച്ചു പോയ സിൽക്ക് സ്മിത ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 66 വയസ്സായനെ. സിനിമയിലിപ്പോൾ ഐറ്റം ഡാൻസ് ഇല്ല. സ്മിതയുടെ നല്ല അഭിനയം കാണാൻ പ്രേക്ഷകർക്ക് താല്പര്യവുമില്ല. 66 വയസ്സിലെ മാദക നൃത്തം പരമ ബോറുമായിരിക്കും. അവരൊരു ആപ്പിൾ കടിച്ചിട്ട് കൊടുത്തതിന് 1000-ന് മുകളിൽ ലേലം വിളിച്ച് വാങ്ങി തിന്നവന്മാരുള്ള നാടാണ്. പക്ഷേ 66 വയസ്സിൽ അവർ മാദക നൃത്തം ആടാൻ ഇറങ്ങിയാൽ പരമ ബോറായിരിക്കും. അവരത് മുൻകൂട്ടി കണ്ടിരിക്കാം, അങ്ങ് പോയി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉർവശി നടിയായിരുന്നു മോനിഷയ്ക്ക് ഉർവശി അവാർഡ് കിട്ടുന്നതിന് മുമ്പ് വരെ ഉർവശി ശോഭ. 18 വയസ്സിൽ ഒരു മണ്ടത്തരം അവർ ജീവിതത്തിൽ കാണിച്ചു. അങ്കിളെന്ന് വിളിച്ച് അയാളുടെ മടിയിൽ കയറിയിരുന്ന് കുറുമ്പ് കാട്ടിയിരുന്ന കുട്ടിയെ പ്രായപൂർത്തിയായ അന്ന് ആ കശ്മലൻ ഭാര്യയായി തപ്പിക്കൊണ്ടുപോയി. മാസങ്ങൾക്കുള്ളിൽ ഒരു സാരിത്തലപ്പിൽ തീർത്തു ശോഭയെ. മലയാളിയായ സിനിമാക്കാരും മലയാളികളായ പ്രഗത്ഭരായ പത്രപ്രവർത്തകരും ആ കൊലയാളിയുടെ പക്ഷം ചേർന്നു എന്ന് മാത്രമല്ല, അവളെ വ്യഭിചാരിണിയാക്കി ഇവിടെ സിനിമ വരെ പിടിച്ചു. ജീവിച്ചിരുന്നെങ്കിൽ ശോഭയ്ക്ക് 64 വയസ്സ് ഇപ്പോൾ ഉണ്ടായേനെ. ക്യാരക്ടർ റോളുകളിൽ അത്ഭുതം കാണിച്ച് അവർ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ സജീവമായി നിന്നേനെ. ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് 2 നാൾ മുമ്പ്, കഴിഞ്ഞ 6-ാം തീയതി കലാഭവൻ മണി മരിച്ചിട്ട് 10 വർഷമായി. മണിയെ കൊണ്ടു നടന്ന് വഴി തെറ്റിച്ചവരോ, മണിയുടെ പടം തട്ടിയെടുത്തവരോ, മണിയുടെ സഹായങ്ങൾ നേടിയവരോ, ആരാധകർ എന്ന് വീമ്പ് പറയുന്നവരോ ഒന്നും മാർച്ച് 6-നെ ഓർത്തതേയില്ല. മണി തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സാംസ്കാരിക വകുപ്പോ സാംസ്കാരിക മന്ത്രിയോ അറിഞ്ഞില്ല മണി പോയിട്ട് 10 വർഷമായി എന്ന്. ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ മണിക്ക് 55 വയസ്സേ ആകൂ. വന്ന വഴിയൊക്കെ മറന്ന് തൻ്റെ സ്വത്തും പണവും കണ്ട് കൂടെ കൂടിയവരെ മണി വല്ലാതെ വിശ്വസിച്ചു. അവരോടൊപ്പം മണി തിമിർത്തു. തൊട്ടടുത്തുള്ള വീട്ടിൽ ഭാര്യയും മകളും കാത്തിരിപ്പുള്ളതുപോലും മറന്ന് പാടി എന്ന പേരിൽ ഒരു ആഘോഷ കുടിൽ കെട്ടി തീർത്തു ജീവിതം. എനിക്കതിലാണ് മണിയോടുള്ള ദേഷ്യം. ജീവിതത്തിലൊന്നുമല്ലായിരുന്ന മണി എല്ലാം സമ്പാദിച്ചു കൂട്ടിയപ്പോൾ എവിടുന്നൊക്കെയോ വന്ന് കൂടിയ കുറേ കുടിയന്മാർ ചേർന്ന് പാടി എന്ന് പറഞ്ഞൊരു ആവാസ കേന്ദ്രം ഉണ്ടാക്കി. ആവാസ കേന്ദ്രം എന്നല്ല പറയേണ്ട, ആഭാസ കേന്ദ്രം ഉണ്ടാക്കി. അവിടെ എന്താ പറയുക, ചാരായം വരെ വാറ്റി എന്ന് പറയും കുക്കറിൽ. അതൊക്കെ കുടിച്ച് മതിച്ച് ദിവസങ്ങളോളം കിടന്നപ്പോൾ യവന്മാരെല്ലാം കൂടി എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് മണി ഓർത്തില്ല. അതാണ് പ്രശ്നം. മണിയെ നിയന്ത്രിക്കാൻ നല്ലവരാരും ഇല്ലായിരുന്നു. അതാണ് പ്രശ്നം. എത്ര കാലം ഇവിടെ ഉണ്ടാവേണ്ട നല്ല ആരോഗ്യമുള്ള ശരീരമുള്ള എന്ത് വേഷവും ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുന്ന നല്ല നടനായിരുന്നു, നല്ല പാട്ടുകാരനായിരുന്നു. പോയി. പണ്ടേ ദുർബല, കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ കണക്കാണ് നമ്മുടെ ടിനി ടോമിൻ്റെ കാര്യം. ആവശ്യത്തിലധികം വിവാദങ്ങളിൽ ടിനി ടോം തന്നെ ചെന്ന് പെടാറുണ്ട്. അടുത്ത കാലത്തെ അമ്മയുടെ കുടുംബ സംഗമത്തിൽ വരെ ടിനിയെ വിമർശിക്കപ്പെട്ടു. ടിനി അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഇപ്പോഴിതാ തൃപ്പൂണിത്തുറയിൽ നിന്നും ടിനി ടോമിൻ്റെ മകനെയും 2 കൂട്ടുകാരെയും കഞ്ചാവുമായി ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നും പോലീസ് പിടികൂടിയിരിക്കുന്നു. കുറഞ്ഞ അളവിലായതിനാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങാനുമായി. അച്ഛൻ ടിനി ടോമിനെ ജനമധ്യത്തിൽ നാറ്റാനുമായി മകനും. പക്ഷേ
അപാരമായി തുലുക്കിട്ടിയുള്ളതുകൊണ്ടായിരിക്കാം ടിനി ടോം പറയാണ്, എടാ പറയണമാരൊക്കെ പറയട്ടാ മോനെ നിനക്ക് ഞാനുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വലിച്ച് ചാകടാന്നായിരിക്കും. മകൻ സിനിമാക്കാരനായാൽ ലഹരിക്ക് വല്ലതും അടിമപ്പെടുമോ എന്ന ശങ്കയിലാണ്, അല്ലെങ്കിൽ ആശങ്കയിലാണ് ഞാൻ എൻ്റെ മകനെ സിനിമയിൽ വിടാത്തതെന്ന് പറയുന്ന ടിനി ടോമിൻ്റെ മോനാണ് പിടിയിലായത് എന്നതാണ് രസകരം. BD സതീശൻ്റെ നവയുഗ യാത്രയിൽ ടിനി ടോം പങ്കെടുത്തിരുന്നു. അങ്ങനെ ടിനി ടോം പങ്കെടുത്തത് കൊണ്ടാണ് മോനെ പിടിച്ചതെന്ന് പറയുന്ന വിവരം കെട്ടവന്മാരുള്ള നാടാണ് കേരളം. പ്രേം നസീറിനെ കുറ്റം പറയാൻ നടന്ന നിനക്ക് സ്വന്തം മകൻ്റെ കാര്യം നോക്കാൻ സമയമില്ലടാ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ടിനി ശ്രദ്ധിക്കണം ഇനിയെങ്കിലും. മുൻപ് ഞാൻ മകനെപ്പറ്റി ഒരു പരാതി ടിനി ടോമിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ടിനിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, ടിനി നിൻ്റെ മോൻ നാട്ടിൽ ഭയങ്കര കുഴപ്പമെന്ന് പറയുന്നില്ല, നിൻ്റെ വീട്ടിൻ്റെ അയൽവക്കക്കാരൊക്കെ ഒരുപാട് പരാതികൾ പറയുന്നു, എന്നെ വിളിച്ച് രേഖകൾ അടക്കം അതിൻ്റെ വിഷ്വൽസ് അടക്കം തന്ന് പറയുകയാണ്, നീ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് ടിനി അത് കാര്യമായി എടുത്തില്ല. പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കൊണ്ട് ഞാനത് കൈകാര്യം ചെയ്യുമെന്ന് നിസ്സാരമായാണെന്ന് മണി എന്നോട് പറഞ്ഞു, അല്ല ടിനി ടോം എന്നോട് പറഞ്ഞത്. പാടില്ല ടിനി, മക്കളെ ശ്രദ്ധിക്കണം. അതിനായി ടിനി സമയം ഉണ്ടാക്കണം. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മക്കൾ എങ്ങനെയൊക്കെ ചിലവഴിക്കുന്നു എന്ന് അന്വേഷിക്കണം. കൂടെ നടക്കുന്ന ഗ്യാങ് ഏത് തരക്കാരാണെന്ന് നോക്കണം. എനിക്ക് ടിനിയെയും ടിനിക്ക് എന്നെയും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ അടുത്ത കാലത്ത് നാദിർഷായുടെ മാജിക് മഷ്റൂമിൽ ഒരു സീൻ ഞാൻ അഭിനയിച്ചിരുന്നുണ്ട്. അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി എറണാകുളത്ത് ചെന്നപ്പോൾ ഒരുപാട് നേരം ടിനിയായിട്ട് സംസാരിച്ചു. ചേട്ടാ നമ്മളൊരു ടീമായിട്ട് നിൽക്കണം കേട്ടാ, നിങ്ങൾ സിനിമയിൽ കസറും, നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് വേഷങ്ങൾ വരുന്നുണ്ട്, അതിന് പറ്റിയ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഇവിടെ ഇല്ല, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ടിനി ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ടിനിയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കണം ടിനി മക്കളെ എന്നാണ് എനിക്ക് പറയാൻ. ഒരു കഥ കൂടി പറഞ്ഞ് ഈ ആഴ്ചത്തെ വാരഫലം അവസാനിപ്പിക്കാം. നമ്മുടെ കലാമണ്ഡലം സത്യഭാമ സെക്കൻഡിനോട്, ഫസ്റ്റ് അല്ലല്ലോ സെക്കൻഡ്, ആദ്യമായി മതിപ്പ് തോന്നിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ആറ്റുകാൽ പൊങ്കാല എന്ന മഹോത്സവം കലക്കി കുളമാക്കാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ സിനിമാ നടികൾ അറിയുവാൻ എന്നാണ് അവരെഴുതിയിരിക്കുന്നത്. സിനിമാ നടികൾ മാത്രമല്ല, സീരിയൽ നടികളും മോശമല്ല സത്യഭാമ ടീച്ചറെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയലിൽ നിന്നും കുറേ കൂതറകൾ ഈ ആറ്റുകാൽ പൊങ്കാല എന്നും പറഞ്ഞ് ഇറങ്ങും. നിങ്ങൾക്ക് തുണി ഉടുക്കുകയോ തുണി അഴിച്ചിടുകയോ ചെയ്യാം. അത് നിങ്ങളുടെ വീടുകളിൽ കണ്ടു രസിക്കുന്ന ആളുകളുണ്ടാകാം. വീടുകളിൽ മാത്രമല്ല ടീച്ചറെ, ഗൾഫിൽ ഹോട്ടൽ പണിയുന്നവരെ അന്വേഷിച്ചു, ഗൾഫിലെ മറ്റേ ബാർ ഡാൻസ് കളിക്കാൻ പോകുന്നവരെക്കുറിച്ചും, ഉദ്ഘാടനത്തിന് പോയിട്ട് ജിന്നും കുടിച്ചിട്ട് തുണി അഴിക്കുന്ന കൂട്ടരും ഇപ്പോൾ ഉണ്ട് എന്ന് ടീച്ചർക്ക് അറിയില്ലേ എന്ന് എനിക്കൊരു സംശയം. എന്നിട്ട് അവിടുന്ന് മലയാളിയെ വലിപ്പിച്ച് ലക്ഷങ്ങൾ മാച്ചുകൊണ്ടാണ് വരണത്. ഇവിടെ കൊണ്ടുവന്നിട്ട് നിനക്ക് 3 വയസ്സായാലും മക്കളെ നിനക്ക് ഞാൻ ഒരു കാർ വാങ്ങിച്ചു തരാമേ, ടയോട്ട കാർ മതിയാ, ഇവിടെ തടിയാ, നിനക്ക് എന്ത് വേണ്ട, നിനക്ക് ഒരു കാർ വാങ്ങിച്ചു തരാമേ, ഉളിഞ്ഞ നോക്കണ്ട അച്ഛനും ഞാൻ വാങ്ങിച്ചു തരാം. മോള് തുണി കഴിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പൈസയിലാണ് ഇതൊക്കെ. അങ്ങനെയും ഉണ്ട് ടീച്ചറെ ഇവിടെ ഐറ്റംസുകൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളെ മണ്ടന്മാരാക്കി നിൻ്റെയൊക്കെ പേക്കൂത്ത് പുണ്യമായ ഒരു തിരുമുറ്റത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് സത്യഭാമ സെക്കൻഡ് പറയുന്നത്. ദേവിയുടെ മുന്നിൽ നീയൊക്കെ കാണിച്ച കോപ്രായങ്ങൾക്കുള്ള മറുപടി ഇനി അങ്ങോട്ട് അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഈ പ്രായം വരെ കണ്ടതിൽ വച്ച് ഏറ്റവും വൃത്തികെട്ട പൊങ്കാല 2026 എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ പേക്കൂത്ത് കാണിക്കുന്ന പെണ്ണുങ്ങളെ ഒരു കാരണവശാലും ആറ്റുകാൽ പൊങ്കാല ഇടാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് കലാമണ്ഡലം സത്യഭാമ സെക്കൻഡിൻ്റെ അഭ്യർത്ഥന. അവർ പറഞ്ഞതിൽ 2026 പൊങ്കാല ഏറ്റവും വൃത്തികെട്ടതാണ് എന്ന പരാമർശം വേണ്ടായിരുന്നു. ആവേശം കൊണ്ട് പറഞ്ഞതായിരിക്കാം. 50 ലക്ഷത്തിലധികം സ്ത്രീകൾ കിലോമീറ്ററുകളോളം പൊങ്കാല ഇടുന്നിടത്ത് 5-10 കൂതറകൾ കാട്ടുകൂട്ടുന്ന പേക്കൂത്തുകളെ മൊത്തത്തിൽ വിലയിരുത്തുന്നത് ശരിയല്ല. പൊങ്കാലയെ മാറ്റി നിർത്താം. അമ്പലങ്ങളിൽ ചില തന്തമാരും തള്ളമാരും പെൺകുട്ടികളെ വേഷം കെട്ടി കൊണ്ടുവരുന്നത് കാണുമ്പോൾ എനിക്ക് അരോചകം തോന്നാറുണ്ട്. ആ തന്തയ്ക്കും തള്ളയ്ക്കും ചന്തയിൽ നല്ല ചൂരലെടുത്ത്, ഞങ്ങളുടെ നാട്ടിൽ പെരമ്പെന്ന് പറയും, പെരമ്പെടുത്ത്
ആ ചന്തിയിൽ 4 അടി കൊടുത്ത് ശിക്ഷിക്കണമെന്നുവരെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കുട്ടികളെ ഒരിക്കലും വഴക്ക് പറയില്ല. അവരുടെ പ്രായം അതാണ്. സ്വസ്ഥതയോടെ ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കാനോ പൊങ്കാലയിടാനോ വരുന്നവർക്ക് മറ്റുള്ളവരെ അസ്വസ്ഥമാക്കുന്ന വേഷം കെട്ടൽ കുറയ്ക്കാമായിരുന്നു. കുനിഞ്ഞു നിന്ന് പൊങ്കാലയിടുന്ന എൻ്റെ എവിടെയെല്ലാം തുറന്നു കാട്ടപ്പെടുമെന്ന ബോധം ശീമപന്നി പോലെയുള്ള ഈ കൂട്ടങ്ങൾ ചിന്തിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും. പിന്നെ ആറ്റുകാലിലെ കാര്യം. അവിടെ സീരിയലുകാർക്ക് താമസിക്കാനായി ഒരു ഹോട്ടൽ വന്നതിൽ തുടങ്ങിയതാണ് ഈ അസുഖം. അവിടെ സീരിയലുകാർക്ക് സ്ഥിരമായി താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. അത് വന്നതോടെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല അസുഖം സീരിയൽ നടികൾക്കും സിനിമാ നടികൾക്കൊക്കെ വന്നത്. 1 വർഷം മുന്നേ തന്നെ, അതായത് പൊങ്കാല കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ അടുത്ത വർഷത്തെ റൂം ബുക്ക് ചെയ്ത് പൈസയും കൊടുത്തിട്ടാണ് ഈ കൂതറകൾ പോകുന്നത്. അവരവിടെ പൊങ്കാല ഇടാനല്ല, ജാട കാട്ടാനായി വരുമെന്ന് ഇവിടുത്തെ പത്രക്കാർക്കും അറിയാം. അവരും അവിടെ തമ്പടിക്കും. പൊങ്കാല ഇടുന്നതിലെ ഭക്തിയൊക്കെ വിട്ട് ക്യാമറയ്ക്കായി പൊങ്കാല ഇടും. അതിനായി മേക്കപ്പ് കിറ്റും കടകളിൽ നിന്നും വാങ്ങിയ വീതിയുള്ള സെറ്റ് മുണ്ടൊക്കെ കൊണ്ടുവരും. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയമാണ്, പൊങ്കാല ഇടുന്ന അഭിനയം. ഭക്തിയുടെ അങ്ങ് മൂർധന്യ അവസ്ഥയിൽ നിന്ന് പൊങ്കാല ഇടുന്നോടം കാണാം ക്യാമറയുടെ ഫ്രണ്ടിൽ. ദേവി മഹാത്മ്യം പറയൽ, എത്ര വർഷമായി ഈ ഫാഷൻ പരേഡ് ചെയ്യുന്നു എന്നൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ വച്ച് കാച്ചു. കാരണം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വെണ്ടയ്ക്ക പോലെ വരും, ടി വിയിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ടി വിയിലെ വാർത്തയിലൊക്കെ വരുമല്ലോ. അത് കൂടി ഇപ്പോൾ യൂട്യൂബർമാരുടെ കടന്നുകയറ്റമായി. അപ്പോൾ പ്രകടനവും കൂടി. ഇത്തവണ ഒരു തടിച്ച് പെണ്ണ് പൊങ്കാല ഇടുകയല്ല, ക്യാമറയുടെ മുന്നിൽ ആദ്യം ഫ്രണ്ട് കാണിച്ചു, പിന്നെ സൈഡ് കാണിച്ചു, പിന്നെ ആനയുടെ വലിപ്പമുള്ള പൃഷ്ഠവും എയർപോർട്ട് റൺവേ മാതിരി ഇരിക്കുന്ന മുതുകും കാണിച്ചുമൊക്കെ നിർലോഭം മേനിപ്രദർശനം. എന്തിനാ സിൽക്ക് സ്മിത ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കറങ്ങി നിൽക്കും, ആരും ഡയറക്ഷനൊന്നും വേണ്ട. യവന്മാർ ക്യാമറ വെച്ചാൽ നിൽക്കില്ല. ഇങ്ങനെ ഈ ചക്കക്കൂട്ടം കണ്ട പട്ടിണിയിടുന്ന പിള്ളേരെ പോലെ, അല്ലെങ്കിൽ സോമാലിയിലെ കുട്ടികളെ പോലെ. ഇവളിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യം ഫ്രണ്ട് കാണിച്ചു, കണ്ടോ എടുത്തോ, എന്നിട്ട് സൈഡ് കാണിച്ചു, ഇതിലേ കൂടെ എടുത്തോ, കാണാമോ, ഇനി ബാക്കി തിരിഞ്ഞ് നിന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്തിയും മുതുകുമൊക്കെ. മുതുകിൽ ഈ ജാക്കറ്റൊക്കെ ആര് തച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ പോലെ കിടക്കണം, ഇടായിരുന്നാ പോരായിരുന്നു. ഇതിനിങ്ങനെയാണോ ഒരു ആറ്റുകാൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പൊങ്കാല ഇടാൻ വരേണ്ടത്? പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് മറ്റൊരാളിനോട് ബഹുമാനം തോന്നി. പിറന്ന പടി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന അലൻസീറിനെ സംവിധാനം ചെയ്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, മാന്യമായി വസ്ത്രം ധരിച്ച് എല്ലാവർക്കും നല്ല ചിരി സമ്മാനിച്ച് ഭക്തിപൂർവ്വം പൊങ്കാലയിടുന്നത് ഞാൻ കണ്ടു. അവർ വളരെ ഭക്തിയോടെ പൊങ്കാലയിടുന്നു. ജന്മം കൊണ്ടാണെങ്കിൽ അവരൊരു ഹിന്ദു പോലും അല്ല. എനിക്കതുകൊണ്ട് തന്നെ ആ സ്ത്രീയോട് മതിപ്പ് തോന്നി. സത്യഭാമൻ ടീച്ചർ പറഞ്ഞ 100% സത്യസന്ധമാണ്. പക്ഷേ ടീച്ചറെ നിങ്ങൾ പറയും പോലെ ഒന്നായിരിക്കില്ല. വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ സിൽക്ക് സ്മിതയും അനുരാധയൊക്കെ നാണം കെടുന്ന, ഹെലനൊക്കെ നാണം കെടുന്ന രീതിയിൽ ഈ കൂതറ കൂട്ടങ്ങൾ എല്ലാ വർഷവും വരും. അത് ചിത്രീകരിക്കാൻ ഈ വെട്ടുകിളികളെ പോലുള്ള യൂട്യൂബർമാരും ചെല്ലും. നമ്മളതൊക്കെ കണ്ട് ഭക്തിസാന്ദ്രമായി ഇരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സംഭവബഹുലമായ ഈ എന്താ പറയുക, നമ്മുടെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.